ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് നിയമനങ്ങളിൽ 18% സംവരണം നൽകുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബിൽ. ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് സമുദായ സംഘടനകളുമായി ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉറപ്പു നൽകിയെങ്കിലും അതുണ്ടായില്ല. ദേവസ്വം മന്ത്രി തന്നിഷ്ടപ്രകാരമാണ് പ്രവർത്തിച്ചത്. ബിൽ സംബന്ധിച്ച് താനും സുകുമാരൻ നായരുമായി നേരത്തെ ആശയവിനിമയം നടത്തി ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ബിൽ അവതരണ വേളയിൽ സുകുമാരൻ നായർ തന്ത്രപരമായ മൗനം പാലിച്ചു. SNDP NSS സഖ്യത്തിൽ വിള്ളൽ വീഴാൻ ഇതാണ് കാരണം. സ്നേഹമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ഈയൊരു പോയിന്റ് പുള്ളി പറയുകയും എന്നിട്ട് അത് വല്ല 1-2% മതി നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ആ ചർച്ചയെ പുള്ളി ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് ഈ മിണ്ടാവൃതം എടുത്തത് ഈ ബില്ല് പാസ്സാക്കാനതിന് വേണ്ടിയിട്ട് മിണ്ടാതിരുന്നാലേ ഒക്കുള്ളൂ, മിണ്ടിപ്പോയാലും ഒക്കെയല്ല. വിശാല ഹിന്ദു ഐക്യമെന്ന തന്റെ ആശയത്തോട് NSS നേതൃത്വത്തിലെ ഭൂരിഭാഗം പേർക്കും യോജിപ്പാണ്. ഇത്തരക്കാരുമായി താനിപ്പോഴും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഹിന്ദു ഐക്യത്തിന്റെ ആത്മാഭിമാനബോധം സുകുമാരൻ നായർക്കില്ല. ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തെത്തിച്ചതോടെ സുകുമാരൻ നായർക്ക് മറ്റുള്ളവരെ വേണ്ടാതായി. തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മീഡിയ 1 ആലപ്പുഴ.